പ്രിയപ്പെട്ടവരെ, ഇതൊരു മോട്ടിവേഷണൽ സ്പീച്ചാണ്. നിങ്ങൾ പല മോട്ടിവേഷണൽ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവരായിരിക്കും. ആ ക്ലാസ്സുകളിലെ ചിന്തകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മളെപ്പറ്റി നമ്മൾ വിലയിരുത്തുന്നത് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നാണ്, അല്ലേ? നമ്മുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളെപ്പറ്റി നീ മിടുക്കനാണെന്നോ, അല്ലെങ്കിൽ നീ മണ്ടനാണെന്നോ, നിനക്ക് കഴിവില്ലെന്നോ, അല്ലെങ്കിൽ നീ വലിയ പഠിക്കുന്നവനാണെന്നോ, നല്ല ബുദ്ധിയുണ്ടെന്നൊക്കെ അല്ലെങ്കിൽ ബുദ്ധിയില്ല എന്നൊക്കെ പറയുന്നത് മാതാപിതാക്കളായിരിക്കും. ആദ്യം മാതാപിതാക്കളും സഹോദരങ്ങളും, പിന്നീട് നമ്മുടെ ബന്ധുമിത്രാദികളും, പിന്നെ നമ്മൾ വിദ്യാലയത്തിൽ വരുമ്പോൾ അവിടുത്തെ അധ്യാപകരും ഒക്കെ തന്നെയായിരിക്കും നമ്മളെപ്പറ്റി നമ്മളോട് പറയുന്നത്. പിന്നെ കൂട്ടുകാരും. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഏറ്റവും അടുത്ത് സ്നേഹബന്ധത്തിലായിരിക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം ഒരു പരിധിവരെ നമ്മളത് സ്വീകരിക്കും, അല്ലേ? നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ചെറുപ്പം മുതലേ ഇങ്ങനെ പറഞ്ഞ് വളർത്തുകയാണെങ്കിൽ നമ്മളുടെ മനസ്സും അതുപോലെ തന്നെയായിരിക്കും, അല്ലേ? നമ്മൾക്ക് അതിനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ കഴിവില്ല, നമ്മൾ അങ്ങനത്തെ ആളല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളല്ല എന്നൊക്കെ നമ്മളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കാണും. മറ്റുള്ളവരെ ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് എത്രയും പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല, പക്ഷേ വേറെ കുട്ടികൾ നല്ലോണം പഠിക്കുന്നു, അവർ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് മേടിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ വളരെ കുറച്ച് സമയം കൊണ്ട് അവർ പഠിച്ച് നല്ലോണം പഠിക്കാൻ പറ്റുന്നവർക്കൊക്കെ, അതുപോലെ കലാപരമായിട്ട് കഴിവുള്ള കുട്ടികൾ, പല രീതിയിൽ പാട്ട് പാടുന്നവർ, അതല്ലെങ്കിൽ സ്പോർട്സിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർ, ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും വിഷമിക്കാറുണ്ട്. അയ്യോ, എനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ലല്ലോ എന്നുള്ളതൊക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും അവരുടെ ലക്ഷ്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ വലിയൊരു പഠിപ്പിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു മാർക്ക് മേടിക്കണം, നല്ല രീതിയിൽ പാസ്സാവണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ എപ്പോഴും നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത് പഠിത്തത്തിലായിരിക്കും. അപ്പോൾ പലപ്പോഴും നമുക്കത് പഠിക്കാതെ വരുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫ്രസ്ട്രേഷൻ നമുക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ പറ്റിയൊക്കെ വിലയിരുത്തി മുന്നോട്ട് പോകുന്നു. പിന്നെ നമ്മളൊരു പഠനമൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ജോലി, നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സ്ഥിതി അനുസരിച്ച് നമുക്ക് നിരവധി കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ജോലി നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ജോലി നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ കിട്ടുന്ന ജോലി ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കുറേ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ ചിന്തിക്കുന്നു, ഇതായിരുന്നോ ഞാൻ, ഇങ്ങനെ ആവേണ്ടവനായിരുന്നോ ഞാൻ എന്നൊക്കെയുള്ള ചിന്തകൾ കുറേ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ പലപ്പോഴും അതിലേക്ക് തിരിഞ്ഞ് പോയിട്ട് അതൊന്നും കറക്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല, അല്ലേ? പലപ്പോഴും അപ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളപ്പോഴും ഏതൊരു ട്രാക്കിൽ ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആരൊക്കെയോ ആഗ്രഹിക്കുന്ന ജീവിതമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമ്മൾ ജീവിക്കാതെ പോകുന്നു എന്നുള്ളൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ട്, ഇതിൻ്റെ പ്രാഥമികമായിട്ട് എവിടെയാണ് നമുക്ക് ആദ്യം മുതലേ തെറ്റുപറ്റുന്നത്? നമുക്കറിയാം, നമ്മൾ ചെറുപ്പം മുതലേ, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, ആദ്യം തന്നെ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളെ പറ്റിയുള്ളൊരു ധാരണ നമുക്ക് തരുന്നത്. പലപ്പോഴും മാതാപിതാക്കൾക്ക് അത്രയധികം വിവരമുള്ളവരാണോ, അല്ലെങ്കിൽ അത്രയധികം കഴിവുള്ളവരാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു ചിന്താശേഷിയുള്ളവരാണോ, ദീർഘവീക്ഷണമുള്ളവരാണോ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യ വ്യക്തിയെ പഠിക്കാനും ആ മനുഷ്യ വ്യക്തിയിലുള്ള കഴിവുകളോ അവൻ്റെ സാധ്യതകളോ തിരിച്ചറിയാനായിട്ട് ഈ മാതാപിതാക്കൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പല മാതാപിതാക്കളും പല ജീവിത സാഹചര്യത്തിലുള്ളവരാണ്. വളരെ സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലവാരത്തിലുള്ളവരും, സാമ്പത്തികമായിട്ട് ഉയർന്നവരും, വിദ്യാഭ്യാസമുള്ളവരില്ലാത്തവരുമായിട്ടുള്ള നിരവധി മാതാപിതാക്കളാണ് നമുക്കുള്ളത്. അപ്പോൾ
ഓരോ മാതാപിതാക്കളുടെയും ചിന്താ രീതികൾ വ്യത്യാസപ്പെട്ടിരിക്കും. ചിലർ പൈസയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ പൈസ കിട്ടാതെ വളർന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവരനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അവരെപ്പോഴും പൈസ വേണം, പൈസയാണ് ലക്ഷ്യം, പൈസയാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം എന്നൊക്കെ തന്നെയാണ് ഈ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഈ കുട്ടിയെ മോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും. എന്നാൽ ചിലപ്പോൾ നല്ലൊരു വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ നല്ലൊരു സാമ്പത്തിക നിലവാരത്തിലുള്ള മാതാപിതാക്കൾ, ചിലപ്പോൾ കലയോട് താല്പര്യമുള്ള മാതാപിതാക്കളുണ്ടാവും. നല്ല കലാകാരനായിട്ട് വളരാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ അപ്പോൾ മക്കളിൽ കൂടെ കലാപരമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ നിരവധി രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും ചെറുപ്പം മുതലേ മാതാപിതാക്കളുടെ ചിന്താഗതി ഒരു കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി എന്താണെന്ന് ആരും ഡിസ്കവർ ചെയ്യുന്നില്ല, അല്ലേ? ആ കുട്ടിയുടെ കഴിവ് എന്തായിരുന്നെന്നോ, ആ കുട്ടിക്ക് എന്താണ് ആ കുട്ടിയിൽ നിക്ഷേപിക്കപ്പെട്ട കഴിവുകൾ, ആ കുട്ടിയുടെ പ്രത്യേകത എന്താണ്, അതിനെ നമ്മൾ പഠിച്ചിട്ട് അവനെ ആ കഴിവിനനുസരിച്ച് വളർത്താനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവന് നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകൾ, അവനിൽ പ്രകടമാകുന്ന കഴിവുകൾ, അവന് യോജിച്ച ഒരു ജീവിത മേഖല നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതിൽ മാതാപിതാക്കൾ എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ചിന്താ വിഷയം. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് പലപ്പോഴും അത് സാധിക്കാറില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നൊരു കാര്യം, അല്ലേ? എത്ര വലിയ വിദ്യാഭ്യാസമുള്ള, ഇപ്പോൾ ഡോക്ടറായിട്ടുള്ള മാതാപിതാക്കളായാലും അവർ ചിലപ്പോൾ മക്കളെ ഡോക്ടറാക്കാനോ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചേക്ക് വളർത്തുക. പക്ഷേ അവന് ചിലപ്പോൾ അവനിലുള്ള കഴിവ് ചിലപ്പോൾ ഒരു ആർട്സിലേക്ക് പോകാനുള്ള ഒരാളോ ഒരു കലാകാരനോ സാഹിത്യകാരനോ ആവാനുള്ള കുട്ടിയായിരിക്കും അത്, അല്ലേ? അതിനുള്ള കഴിവുകൾ നിക്ഷേപിക്കപ്പെട്ട കുട്ടിയായിരിക്കും. പക്ഷേ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കുന്ന സ്വപ്നങ്ങൾ കൊണ്ട് അവന് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അറിയാമല്ലേ, ഒരു ക്ലാസ്സിൽ തന്നെ 10, 40, 50 കുട്ടികളോളം ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന അധ്യാപകർക്ക് എത്രത്തോളം ആ കുട്ടിയെ വിലയിരുത്താനും ആ കുട്ടിയുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും അതിനുള്ളൊരു സാഹചര്യം പോലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലില്ല. കാരണം ഇവിടുത്തെ അധ്യാപകർ, ഭൂരിഭാഗം സ്കൂളുകളിലെ അധ്യാപകർക്കും വലിയ സിലബസും പഠനഭാരവും ഉണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് തീർക്കണം, അവർക്ക് പൈസ മേടിക്കണം, തിരിച്ചു പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നിന്നും ഉപരിയായിട്ട് ഒരു കുട്ടീൻ്റെ കഴിവുകളെ തിരിച്ചറിയണം, അവനെ സമൂഹത്തിന് അനുസരിച്ച് നല്ലതിനനുസരിച്ച് വളർത്തിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതി ഒന്നും വെച്ച് പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം, അപ്പോൾ മാതാപിതാക്കളൊന്ന്, അതുപോലെ തന്നെ അധ്യാപകർ വിദ്യാലയങ്ങളിൽ അങ്ങനെ. പിന്നെ മൂന്നാമത് ഇവൻ തന്നെ, ഈ കുട്ടി തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ, ഇവൻ മറ്റു പലരിൽ നിന്നും കിട്ടിയ അറിവ് വെച്ചിട്ട് തന്നെ വിലയിരുത്തി വയ്ക്കുന്നു. തനിക്കൊരു വലിയ കഴിവുകളൊന്നുമില്ല, തന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ തനിക്ക് പ്രത്യേകിച്ച് ഒരു ഉന്നതിയിലേക്ക് എത്താനായിട്ട് തനിക്ക് സാധ്യമല്ല, തനിക്ക് പ്രത്യേകിച്ച് നല്ല കഴിവുകളൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച് കൂട്ടി സ്വയമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കുട്ടിക്കാലവും നമ്മുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ജോലി നേടിയെടുക്കേണ്ട ആവശ്യമാണ്, പൈസ സമ്പാദിക്കേണ്ട ആവശ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും. കുറേ കമ്മിറ്റ്മെൻറ്റ്സ്, കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കല്യാണം, വീട് പണി, അങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ മനുഷ്യൻ എപ്പോഴും എത്രയും പെട്ടെന്ന് ജോലി കിട്ടാവുന്ന, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ കിട്ടാവുന്ന ജോലികളിലേക്ക് പോകുന്നു, അവിടെ ജീവിച്ചു പോകുന്നു എന്നുള്ള സിറ്റുവേഷനാണ്.
പലപ്പോഴും അതുകൊണ്ട് തന്നെയാണ് പലരും തങ്ങളുടെ ജോലിയിൽ വളരെയധികം ബുദ്ധിമുട്ടും വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയും അവൻ്റെ ജീവിതം ഒരു നല്ലൊരു കാലം തന്നെ അവനത് നഷ്ടപ്പെടുത്തി. അതായത് അവനിഷ്ടമില്ലാത്ത ജോലി, അല്ലെങ്കിൽ അവൻ എൻജോയ് ചെയ്യാത്തൊരു ജോലി, പൂർണ്ണമായിട്ടും അവൻ്റെ കഴിവുകൾ പ്രകടമാക്കാൻ സാധിക്കാത്ത മേഖലകളിൽ കൂടെ അവൻ ജീവിച്ചു പോകുന്നു. അവസാനം അവൻ്റെ ഒരു നല്ല പ്രായം കഴിഞ്ഞതിന് ശേഷം അവന് പിന്നീട് അത് തിരിച്ച് വരാനായിട്ട് ശ്രമിച്ചാലും നടക്കില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിലേക്ക് ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, നമ്മൾ മറ്റുള്ളവരല്ല നമ്മളെ വിലയിരുത്തേണ്ടത്. പലപ്പോഴും ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലേ. അല്ലെങ്കിൽ മറ്റുള്ളവനിടുന്ന വിലയായിരിക്കും നമുക്ക് കാണുന്നത്. ചിലപ്പോൾ അധികം അറിവില്ലാത്ത മാതാപിതാക്കൾ, അല്ലെങ്കിൽ വളരെയധികം മോശം ജീവിത നിലവാരത്തിൽ ജീവിച്ച് വളർന്ന മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന വിലയായിരിക്കും അവൻ വിലയായിട്ട് കണക്കൂട്ടുന്നത്. പക്ഷെ അവൻ അതിനേക്കാളും വിലയുണ്ടായിരിക്കാം. അവൻ ചിലപ്പോൾ ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ള കുഴപ്പം മാത്രമേ അവനുണ്ടാവുള്ളൂ. പക്ഷേ അവന് നിക്ഷിപ്തമായിരിക്കുന്ന കഴിവുകൾ ചിലപ്പോൾ അവരുടെ മാതാപിതാക്കൾ സ്വപ്നം കാണുന്നതിനേക്കാളും ഉപരിയായിരിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ വിദ്യാലയത്തിൽ വരുമ്പോൾ ചിലപ്പോൾ പഠിക്കാനായിട്ട് വലിയ കഴിവ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അധ്യാപകർ ചിലവരൊക്കെ മാറ്റി നിർത്താറുണ്ട്. അല്ലെങ്കിൽ അവൻ പൊട്ടനാണ്, മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്ര കുത്താറുണ്ട്. അല്ലെങ്കിൽ അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ഒരു കാര്യമാണ് അവിടെ. കാരണം ഭൂരിഭാഗവും നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ആർട്സിനും സ്പോർട്സിനൊക്കെ അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ വർഷത്തിലൊരു 1-2 ദിവസങ്ങൾ അതിനുവേണ്ടി നീക്കി വയ്ക്കുമ്പോൾ അവിടെ ആ ഒരു 1-2 ദിവസത്തിൽ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി മാത്രം അവിടെ അത്രയധികം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ ആ കുട്ടികളുടെ കഴിവുകൾ അങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളെ നമ്മളത് മാറ്റിവിടുന്നുണ്ടോ എന്നുള്ളതൊന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കേവലം പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ, നല്ലോണം ഓർമ്മയിൽ നിർത്തുന്ന കുട്ടികളെ മാത്രം നമ്മൾ എക്സലൻ്റാണ്, അവരാണ് അവർക്ക് 1ാം റാങ്കൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ വളർത്തി വരുന്നു, അഭിനന്ദിക്കുന്നു, അവരെ മുന്നോട്ട് കയറ്റിവിടുന്നു. എന്നാൽ വളരെ ചുരുക്കം മാതാപിതാക്കൾക്ക് ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഇല്ല എന്ന് പറയുന്നില്ല. വളരെ ചുരുക്കം മാതാപിതാക്കൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ മാതാപിതാക്കൾക്ക് കുറേയധികം വിവരം ഉണ്ട്. അവർ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയുള്ളത് കൊണ്ട് പലപ്പോഴും അവരങ്ങനെ കണ്ടെത്താറുണ്ട്. അതായത് ആ കുട്ടിയുടെ കഴിവ് ഇപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ തന്നെ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ട് അവനെ ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു ചിന്ത ഈ കാലഘട്ടത്തിലൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഭൂരിഭാഗം കുട്ടികൾ ഇപ്പോഴും ഇതേ പറഞ്ഞ പോലെ തങ്ങൾ ഒരു കുപ്പത്തൊട്ടിയിലെ മാണിക്കെന്ന് പറഞ്ഞ പോലെ തന്നെ അറിയപ്പെടാതെ കിടക്കുന്ന ജെംസുകളായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ജീവിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നിരവധി സാധ്യതകളുണ്ട്, അല്ലേ. പണ്ട് കാലത്തൊക്കെ നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ട സിറ്റുവേഷനാണല്ലേ. ഇപ്പോൾ ഒരു നല്ലൊരു പാട്ടുകാരന്, ഒരു നല്ലൊരു സിംഗറായിട്ട് മാറണമെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ വളരെയധികം ത്യാഗം ചെയ്യണം. ചിലപ്പോൾ ചെന്നൈയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം. അങ്ങനെ നിരവധി ചാൻസിനായിട്ട് നടക്കണം. അങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏത് കലാപരമായിട്ട് കഴിവുള്ളവനും അല്ലെങ്കിൽ ഏത് രീതിയിലും കഴിവുള്ള ആളുകൾക്കും ഇന്ന് മുന്നോട്ട് വരാനായിട്ട് വളരെയധികം എളുപ്പമാണ്. നമ്മുടെ ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്ന സിറ്റുവേഷനിൽ നമുക്ക് എല്ലാം എളുപ്പമാണ്. ഇപ്പോൾ അതിന് വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കുക. എൻ്റെ കഴിവ് എന്താണെന്ന്, അല്ലെങ്കിൽ എന്നിൽ ദൈവം നിക്ഷേപിച്ച കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു രീതി, അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. അതിൽ നമ്മൾക്ക് പരിപൂർണമായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മൾ അത്രയധികം പെർഫെക്റ്റ് ആവണമെന്നില്ല. ഇപ്പോൾ നമുക്കറിയാം
ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ യേശുദാസിൻ്റെ അത്രയും പാടാനുള്ള കഴിവ് ചിലപ്പോൾ ആദ്യം ഉണ്ടായിരിക്കണമെന്നില്ല. അവൻ അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ചെയ്യുകയും അതിനുവേണ്ടി പഠിക്കാൻ പോവുകയും അങ്ങനെയാണ് അത് വളർന്ന്, അല്ലെങ്കിൽ സാധകത്തിൽ കൂടെയാണ് അത് വളർന്ന് അത് പെർഫെക്ഷനിലേക്ക് എത്തുള്ളൂ. പക്ഷേ ബേസിക്കായിട്ടുള്ളൊരു കഴിവും നമുക്കുണ്ടോ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ എന്ത് കഴിവായാലും, ഏത് രീതിയിലുള്ള കഴിവുകളുള്ള ആളായാലും ആ രീതിയിൽ നമ്മൾ തിരിച്ചറിയണം നമുക്കതിനുള്ള ബേസിക്കായിട്ടുള്ള കഴിവുണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ വേറെ ആരെങ്കിലും കണ്ടുകൊണ്ട് കോപ്പി അടിച്ച് ചെയ്യുന്നതാണോ, അല്ലേ? മറ്റുള്ളവർ നമ്മൾ ആരെങ്കിലും ഒരാളെ കണ്ടുമ്പോൾ അയാൾക്ക് ആ കഴിവുണ്ട്, അയാൾ വലിയൊരാളാണെന്ന് കാണുമ്പോൾ എനിക്കും അതുപോലെ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ അയാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല, അല്ലേ? എനിക്ക് യേശുദാസിനെ പോലെ ആവണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കില്ലാത്ത കഴിവിനെ ഞാൻ ട്രെയിനിങ്ങിൽ കൂടിയും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി വരെ എത്താൻ പറ്റുമെന്നുള്ളതല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒരു ഓതൻറ്റിസിറ്റി അതിനുണ്ടാവില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ വിശ്വസിക്കണം, അല്ലേ? ആര് പറഞ്ഞാലും ചിലപ്പോൾ മാതാപിതാക്കൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ പറ്റിയെന്ന് വരില്ല, അധ്യാപകർക്ക് പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ കൂട്ടുകാർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക, അതിൽ പൂർണ്ണമായിട്ടും ഉറച്ച് വിശ്വസിക്കുക, പിന്നെ അതിനു വേണ്ടി പരിശ്രമിക്കുക. നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അതിന് വിലങ്ങുതടിയായിട്ട് വരാറുണ്ട്. എല്ലാവർക്കും എല്ലാം ആഗ്രഹിച്ച പോലെ പോകണമെന്നില്ലല്ലോ ജീവിതം. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമുക്ക് അറിയാം, നമുക്ക് അതിന് താല്പര്യവും നമുക്കതിനുള്ള പാഷനും ഉണ്ടെങ്കിൽ നമുക്കതിനൊക്കെ സമയം കണ്ടെത്താനായിട്ട് പറ്റും. ചിലപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ അതിന് സാഹചര്യം പൂർണ്ണമായിട്ടും അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഉള്ളിലെ ആഗ്രഹവും പാഷനും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയമെങ്കിലും നമുക്ക് നമ്മുടെ മറ്റുള്ള സമയങ്ങളിൽ നിന്നും കടമെടുത്തുകൊണ്ട് നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ കഴിവിനെ വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ദൈവവിശ്വാസമുള്ളവർക്കാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ കഴിവുകൾക്കനുസരിച്ചുള്ള നമ്മുടെ ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രമീകരിച്ച് തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കരിയറോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യമോ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, കഷ്ടപ്പെട്ടു, എൻ്റെ മക്കളെ വളർത്തി, അവരാരും തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ത്യാഗം ചെയ്തു എൻ്റെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട്, എന്നിട്ട് അവരെന്നെ ഇട്ടിട്ട് പോയി എന്നൊക്കെ പലരും പറയുന്ന ഒരു പല്ലവിയാണ്. യഥാർത്ഥത്തിൽ അതൊരു അവൻ്റെ തന്നെ തെറ്റാണ്, ഈ പറയുന്ന വ്യക്തിയുടെ തന്നെ തെറ്റാണത്. കാരണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു മണ്ടൻ ഈ ലോകത്തിൽ വേറെ ഒരാളും ഉണ്ടാവില്ല. ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം. അതെന്ന് പറഞ്ഞിട്ട് എന്നാൽ മറ്റുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് എനിക്ക് മാത്രം വേണ്ടി, എൻ്റെ കാര്യം മാത്രം എന്നുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ജീവിതം എന്നുള്ള കാര്യമല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കണം. അതല്ലാതെ നമ്മുടെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ 100% നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാനല്ല നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അതുപോലെ തന്നെ പൈസയായാലും നമ്മൾ സമ്പാദിക്കുന്ന പൈസയുടെ കുറച്ച് ശതമാനം നമ്മൾ തീരുമാനിക്കുന്നത്, ഒരു പെർസെൻറ്റേജ്, ഒരു മിനിമം 10% എങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ചിലവഴിക്കേണ്ടതുണ്ട്, അല്ലേ? ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണം, അല്ലേ? നമ്മൾ ജീവിക്കാതെ മറ്റുള്ളവർക്ക്, കാരണം ഓരോ ഇൻഡിവിജ്വലും നമ്മൾ ഈ ഭൂമിയിൽ ഓരോ വ്യക്തികളാണ്, അല്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിതം ജീവിക്കണം. നമുക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, പെങ്ങന്മാരുണ്ട്, നമുക്ക് കുറേ ബാധ്യതകളുണ്ട്, വീടുണ്ട്, ഒക്കെ കാര്യം ശരിയാണ്.
എന്നിരുന്നാൽ തന്നെയും ഞാൻ എന്ത് കഴിവുകൾ കൂടിയാണ്, അല്ലെങ്കിൽ എനിക്കും നമ്മൾ ഈ ഭൂമിയിലും ജീവിക്കണം, നമ്മളുടെ ജീവിതവും നമുക്ക് ജീവിക്കണം. അപ്പോൾ അതിന് നമുക്ക് തന്നെ നമ്മളിൽ തന്നെ ഒരു 10% പൈസയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ ആരോഗ്യത്തിലായിരിക്കും, ഭക്ഷണത്തിലായിരിക്കും, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മളത് ചിലവാക്കണം. എന്നിട്ട് മാത്രമേ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനേ പാടുള്ളൂ. നമുക്കറിയാം, ഈ ലോകത്തിൽ ആരെയും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. ഏത് മനുഷ്യനായാലും അവർ നമ്മളെ ഒരു സമയത്ത്, ചിലപ്പോൾ ആ സമയം നമുക്ക് ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല, എല്ലാവരും അതുപോലെ ആവണമെന്നില്ല. പക്ഷേ നമുക്കറിയാം, ഓരോരുത്തരുടെയും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വരാത്തത് കൊണ്ടാണ് അവർ നമ്മളിൽ നിന്ന് ചിലപ്പോൾ വിട്ടു പോകാതിരിക്കുന്നത്, അല്ലേ? നമുക്ക് എക്സാമ്പിളിന് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു ഭാര്യയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളാണെന്ന് വിചാരിക്കാം. നമ്മൾ വിചാരിക്കുന്നു ഇവർ നമ്മളുടെ കൂടെ നമുക്ക് ജീവിതാവസാനം വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു വലിയൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേസിലകപ്പെടുന്നു, പുറത്ത് പറയാൻ കൊള്ളാത്തൊരു കേസിൽ, നമ്മളുടെ ഒരു ചെറിയ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് നമ്മളൊരു കേസിൽ വന്ന് പെടുന്നു. ഈ മാതാപിതാക്കളോ ചിലപ്പോൾ ഭാര്യയോ ഒന്നും നമ്മുടെ ആ സമയത്ത് നമ്മളോടൊപ്പം നിൽക്കില്ല, അല്ലേ? നമ്മുടെ ആ തെറ്റിൻ്റെ പേരിൽ നമ്മളെ വിട്ടുപോകും. അപ്പോൾ മനുഷ്യന് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന രോഗങ്ങൾ, രോഗങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കാം? അല്ലെങ്കിൽ നമുക്ക് സമ്പത്തില്ലാതായി തീരുമ്പോൾ, നമ്മളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ല എന്ന് വരുമ്പോഴൊക്കെ ഇതിൻ്റെ വ്യത്യാസം കാണാനായിട്ട് പറ്റും. ഇവരുടെയൊക്കെ സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയൊക്കെ വ്യത്യാസം കാണാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഭൂമിയിൽ ആരെയും നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരും ഒക്കെ ഉണ്ട്, ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ള രീതിയിലല്ലാതെ നാളെ ഇവരൊക്കെ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ദൈവമാണ് നമ്മളെ കാണുന്നത് എന്നുള്ള ഒരു വിശ്വാസവും, ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. അതുകൊണ്ടാണ് ഈ ദൈവവിശ്വാസികൾക്ക് മാത്രമാണ് അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം, മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണം, മനുഷ്യനെ ആരെങ്കിലുമൊക്കെ പരിഗണിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലോടൊക്കെ ബന്ധം പുലർത്തണം, കൊടുക്കൽ വാങ്ങലുകളൊക്കെ വേണം, നമുക്ക് സ്നേഹം കിട്ടണം. ഇതൊക്കെ മനുഷ്യൻ്റെ ആവശ്യമാണ്. ഇതൊന്നുമില്ലാതെ മനുഷ്യന് അംഗീകാരം കിട്ടണം. ഇതൊക്കെ ഇന്നില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് സാധിക്കില്ല, അല്ലേ? വെറുതെ ഭക്ഷണവും, ഒരു മുറിയിലേക്ക് ഒരു ഭക്ഷണവും വെള്ളവും നമുക്ക് സമയാസമയങ്ങൾ തന്നുകൊണ്ട് നമ്മളൊരു മുറിയിൽ അടച്ചിട്ട് നമ്മളെ ജീവിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? അപ്പോൾ നമ്മളൊരു സോഷ്യൽ ആനിമൽ എന്നുള്ള രീതിയനുസരിച്ച് നമുക്ക് എപ്പോഴും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലൊക്കെയുള്ള ഭൂരിഭാഗം പ്രശ്നങ്ങളുടെ കാരണം എന്തുകൊണ്ടാണ്? പരസ്പരം ഉള്ള ഈ വഴക്കുകൾ. അവൻ എന്നെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ ഇവൻ എന്നെ പരിഗണിച്ചില്ല, ഇവൻ എന്നെ ബഹുമാനിച്ചില്ല, ഇവൻ എന്നെ നോക്കിയില്ല, ഇവൻ എന്നെ കണ്ടില്ല, ഇവൻ എന്നെ ചതിച്ചു, ഇവൻ എന്നെ ഇട്ടിട്ട് പോയി. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിരവധി പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഭൂരിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? അതിൻ്റെ പേരിൽ തന്നെയാണ് പല കൊലപാതകങ്ങളും പല ഡിവോഴ്സുകളും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ പേരിലാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്തുകൊണ്ടാണ്? എനിക്ക് കിട്ടാനുള്ള പരിഗണന, സ്നേഹം, ബഹുമാനം, ഇതൊക്കെ ഞാൻ മറ്റുള്ളവരിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്, ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് സ്വയം കാലിൽ നിൽക്കണമെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു ജോലി സമ്പത്ത് വേണം, അല്ലേ? നമുക്ക് ആരെങ്കിലുമൊക്കെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം നമുക്കുണ്ടാവണം. നമുക്കൊരു നല്ലൊരു ജോലി വേണം, അതിൽ നിന്ന് ഏൺ ചെയ്യണം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇമോഷണലായും കൂടി നമ്മൾ സ്വയം കാലിൽ നിൽക്കണം, അല്ലേ? ഇത് പറയുമ്പോൾ പലർക്കും ഇതെന്താണ് പറയുന്നതെന്ന് ചോദിക്കും. നമ്മൾ ഇമോഷണലായിട്ട് നമ്മൾ സ്റ്റെബിലൈസ് ആവണം, അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രരാവണം. അപ്പോൾ അതിനെങ്ങനെ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യന് ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധമില്ലാതെ മനുഷ്യന് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിനുള്ളൊരു പോംവഴിയാണ് ദൈവം, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലേ?
നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക, ദൈവത്തിൽ നിന്നും സ്നേഹം സ്വീകരിക്കുക. അപ്പോഴാണ് നമുക്ക് മറ്റു പലരിൽ നിന്നും സ്നേഹം സ്വീകരിക്കേണ്ട ആവശ്യമില്ലാതായി തീരും. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല, ഭാര്യ സ്നേഹിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നില്ല, മക്കൾ സ്നേഹിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നില്ല. കാരണം നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്നേഹത്തിനേക്കാളും വലിയതായിട്ടൊന്നും നമുക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ നമുക്ക് ആ സ്നേഹം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം, സ്നേഹിക്കണമെങ്കിൽ, നമുക്ക് വേറെ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം, അല്ലേ? സ്നേഹമുള്ളവനാണ് അത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവൻ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് കിട്ടിയതിന് ശേഷം അങ്ങോട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്നേഹം എങ്ങനെയൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. മറ്റുള്ളവർ സ്നേഹിച്ചില്ലെങ്കിൽ അവൻ അത്രയധികം കുറവുണ്ടാവും. അപ്പോൾ അവന് ദൈവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവൻ ദൈവത്തിൽ നിന്നാണ് സ്നേഹം സ്വീകരിക്കുന്നത്. ദൈവമാണ് അവനെ ബഹുമാനിക്കുന്നത്, ദൈവമാണ് അവനെ പരിഗണിക്കുന്നത്, ദൈവമാണ് അവനെല്ലാം എന്നുള്ള നിലയിലുള്ളൊരു വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്നും ഈ സ്നേഹവും ബഹുമാനവും പിടിച്ചു പറ്റേണ്ട ഒരു ആവശ്യമില്ല. മറ്റുള്ളവനവനെ ബഹുമാനിച്ചില്ലെങ്കിലും മറ്റുള്ളവനവനെ പരിഗണിച്ചില്ലെങ്കിലും അവനൊന്നുമില്ല. കാരണം അവൻ ദൈവത്തിൽ നിന്നാണ് എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോധ്യം, ഈ ഇമോഷണലായിട്ടും കൂടി നമ്മൾ സ്വതന്ത്രരായാൽ മാത്രമാണ് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവന് മാത്രമാണ് പരിപൂർണമായിട്ടും ഈ നല്ലൊരു സമാധാനത്തിൽ കൂടിയും നല്ല സന്തോഷത്തിൽ കൂടിയൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ആരെങ്കിലും നിന്നൊക്കെ സ്നേഹം പ്രതീക്ഷിച്ചിരിക്കുന്നു, അവർ നമുക്ക് തരാതെ പോകുമ്പോൾ നമുക്ക് അവരോട് വെറുപ്പുണ്ടാകുന്നു, വിദ്വേഷമുണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മൾ മക്കളിൽ ആശ്രയിക്കുന്നു, അവരിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഈ ഭൂമി മുഴുവൻ അങ്ങനെയാണല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, എന്നെ സ്നേഹിക്കണം, എന്നെ പരിഗണിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാൻ, നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ആ ട്രാക്കിൽ പോകണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവരിൽ നിന്നും ഇവരിൽ നിന്നൊക്കെ സ്നേഹം മേടിച്ചുകൊണ്ട് കിട്ടാത്തതിനൊക്കെ പരിഭവവും നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക്. കാരണം നമ്മളെ മനുഷ്യരിലാണ് പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ അവരെപ്പോഴും നമ്മളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുള്ളൂ. കാരണം അവർ മനുഷ്യരാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കും അവരുടെ ജീവിതത്തിൽ. അവർക്ക് പഴയ പോലെ നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അവർക്ക് നമ്മളായ പോലെ നമ്മളെ അംഗീകരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അവർ നമ്മളെ സ്നേഹിക്കുമായിരിക്കും, പക്ഷേ അവർ നിബന്ധനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമായിരിക്കും. നിബന്ധനകൾ എന്ന് പറയുന്നത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ സ്നേഹിക്കും എന്നുള്ള ഒരു കണ്ടീഷനായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ സ്നേഹിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും, അല്ലേ? ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും അവൻ്റെ കുറവുകളോടുകൂടി ഏതൊരു മനുഷ്യനാണ് വേറൊരു മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക? ഒരു മനുഷ്യൻ്റെ എല്ലാ ദുശീലങ്ങളും എല്ലാ കുറവുകളും ഇഷ്ടക്കേടുകളും അവൻ്റെ തോന്നിവാസങ്ങളോടുകൂടി അവനെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ സ്നേഹം കൂടിയേ തീരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രീതിയിൽ മാത്രം സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സ്നേഹമാണ് ക്രിസ്ത്യാനിറ്റി, യേശുക്രിസ്തു നൽകുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്നേഹം. അപ്പോൾ മനുഷ്യൻ ഇൻഡിപെൻഡൻ്റ് ആവേണ്ടത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ മനുഷ്യന് ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. സ്വാതന്ത്ര്യം അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത്, അല്ലേ? നമുക്ക് ആരിൽ നിന്നും നമ്മൾ ആരോടും കടപ്പെട്ട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. കാരണം നമ്മളെല്ലാം ദൈവം കാണുന്നു, നമ്മളെ ദൈവം എല്ലാം കാണുന്നു, നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ആ ദൈവവുമായിട്ട് സംസാരിക്കുന്നു, ആ ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്നു. അതുപോലെ നമ്മൾക്ക് ആ ദൈവമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അത് ദൈവം ഏൽപ്പിച്ച മാതാപിതാക്കൾ, ദൈവം ഏൽപ്പിച്ച ഭാര്യ, ദൈവം ഏൽപ്പിച്ച മക്കൾ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും മാറുന്നു. അങ്ങനെ മാറിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ വേറെ പരാതിയുടെ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ത് പരാതി വന്നാലും നമ്മുടെ ബോസ് ദൈവമാണ്, ദൈവത്തോടാണ് പറയുന്നത്, ദൈവമേ എനിക്ക് തന്ന ഭാര്യ
ഞാൻ ആഗ്രഹിച്ച പോലെ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് തന്ന മാതാപിതാക്കൾ ആഗ്രഹിച്ച പോലെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ദൈവമാണത് ഇടപെടുന്നത്, ദൈവമാണത് തീർക്കുന്നത്, അല്ലാതെ നമ്മളല്ല. അപ്പോൾ ആ ഒരു ജീവിതം നമ്മൾ ജീവിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ജീവിതത്തിലൊരു സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും കടന്നു വരുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചത്. നമ്മളുടെ ആദ്യത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞു, നമ്മളെ തന്നെ വിലയുള്ളവരാക്കി നമ്മൾ കാണാം, മറ്റുള്ളവരല്ല. കാരണം ഇവരൊന്നും നമ്മളെ വിലയിരുത്താനുള്ള അറിവുള്ളവരായിരിക്കണമെന്നില്ല. നമ്മുടെ മാതാപിതാക്കളോ അധ്യാപകരോ കൂട്ടുകാരോ. ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ദൈവത്തിന് അറിയാം ഞാൻ എന്താണെന്ന്. ആ ദൈവത്തെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ആ ദൈവമാണ് നമുക്ക് ബഹുമാനം തരുന്നത്, ദൈവമാണ് നമ്മളെ സ്നേഹിക്കുന്നത്, പരിഗണിക്കുന്നത്, നമ്മളെ അറിയുന്നത്. നമ്മളായിരിക്കുന്ന രീതിയിൽ നമ്മളെ സ്നേഹിക്കാൻ കഴിയും ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ ദൈവവുമായിട്ട് നമ്മൾ ആ ബന്ധം പുലർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവവുമായിട്ട് ജീവിക്കാം, മറ്റുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തി, അവനെ ദൈവം ആ ട്രാക്കിൽ തന്നെ കൊണ്ടുപോകും. അവന് നിക്ഷിപ്തമായ കഴിവുകൾ എന്തൊക്കെയാണോ അതിലേക്ക് ദൈവം നയിക്കും, അതിലേക്ക് വളരാനായിട്ട് ദൈവം അതിൻ്റെ പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ആ ഒരു ജീവിതം തന്നെയാണ് സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതത്തിനുള്ള ഏക മാർഗം. വെൽക്കം ടു കോമൺ സെൻസ്.